പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു മൂങ്ങ സന്യാസി ജീവിച്ചിരുന്നു. മൂങ്ങ സന്യാസിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു കുരങ്ങൻ, മുയൽ, കരടി, ആന. ഇവർ 4 പേരായിരുന്നു മൂങ്ങ സന്യാസിയുടെ ശിഷ്യന്മാർ. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ഈ 3 വളയങ്ങൾ ഭൂമിയിലെ 3 വലിയ ശക്തികളായ വായു, ജലം, തീ അവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഏത് ആപത്തിൽ നിന്നും ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയും. വരൂ, ഓരോരുത്തരായി വന്ന് വളയം ധരിക്കൂ. കാറ്റിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആകാശത്തിലൂടെ പറക്കും. ജലത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവൻ രക്ഷിക്കുകയും ഭൂമിയുടെ ദാഹം തീർക്കുകയും ചെയ്യും. തീയുടെ അനുഗ്രഹത്താൽ ഈ കാടിനെ സംരക്ഷിക്കും. ഇത് കണ്ട ആനയ്ക്ക് സങ്കടമായി. അവന് കൊടുക്കാൻ വളയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആനക്കുട്ട, നീ വിഷമിക്കരുത്. നിന്റെ ശക്തി തെളിയിക്കാൻ നിനക്ക് ഇതുപോലുള്ള മാന്ത്രിക വലയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. എന്നെ അനുഗ്രഹിച്ചാലൂ. പിന്നൊരു കാര്യം, ഈ വളയത്തിന്റെ ശക്തി അനാവശ്യമായോ മറ്റു ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുരങ്ങനും മുയലും കരടിയും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവരുടെ മാന്ത്രിക കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് കാട്ടിൽ സാധാരണ മൃഗങ്ങളെ പോലെ പെരുമാറി. അതേസമയം ബുദ്ധിമാനായ ആന അവന്റെ അറിവ് കൂട്ടുകാർക്ക് വേണ്ടി പങ്കിട്ട് അവരെ സഹായിച്ചു. ഓഹോ, അപ്പോ അവൻ മാത്രം അവന്റെ കഴിവ് വെച്ച് കാട്ടിൽ വലിയ ആളായി. മാന്ത്രിക വളയം കൈവശമുള്ള നമ്മൾ മാത്രം സാധാരണക്കാരെ പോലെ ഇങ്ങനെ ആരും അറിയാതെ നടക്കുന്നു. ശരിയാണ്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാം. എന്താ? അതെ. അങ്ങനെ അവർ 4 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്റെ സഹായം വല്ലതും വേണോ? ആ, നിന്റെ ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഞങ്ങൾ ആരാണെന്ന് ഇനി മറച്ചു വെക്കുന്നില്ല. എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പോൾ മൂങ്ങ സന്യാസി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളല്ല, നീയല്ലേ മറന്നത്? നിന്റെ കഴിവ് വെച്ച് കാട്ടിലൊരു നിലയും വിലയും നീ ഉണ്ടാക്കി. ഞങ്ങളോ? എനിക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂങ്ങ സന്യാസി ഇതറിഞ്ഞാൽ നമ്മുടെ മാന്ത്രിക കഴിവുകൾ തിരിച്ചെടുക്കും. എടുത്തോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. വാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ആനയെ കൂട്ടാതെ തങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കിട്ടിയ മാന്ത്രിക വളയത്തിന്റെ ശക്തി തീയാണല്ലോ. ഞാൻ ഈ കാട് മുഴുവൻ കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ശക്തി മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാന്ത്രിക ശക്തിയായ കാറ്റിനെ വെച്ച് തീ ആളെ കത്തിക്കാം. എന്നാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ശക്തിയായ ജലം ഉപയോഗിച്ച് വേഗം തന്നെ ആ തീ കെടുത്താം. ഇല്ലേ?
ഇല്ലെങ്കിൽ പണി പാളും. നമ്മുടെ ശക്തി നാലാൾ അറിയുകയും ചെയ്യും. ആർക്കും ആപത്ത് വരികയുമില്ല. എന്താ? അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവർ ചെയ്യാൻ പോകുന്നത് ഒരു തീക്കളിയാണെന്ന് അവർ അറിഞ്ഞില്ല. പക്ഷേ അവ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. തീ കെടാതെ ആളിപ്പടർന്നു. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഒന്നും വേണ്ടിയിരുന്നില്ല. ആനക്കുട്ടനെ വിളിക്കാം. അവന്റെ കയ്യിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കാണും. ആനക്കുട്ടാ. നന്ദിയുണ്ട്. നിന്റെ അറിവും ധീരതയും ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. നീ ശരിക്കും ഞങ്ങളിൽ ഏറ്റവും ജ്ഞാനിയാണ് പ്രിയ സുഹൃത്തെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല.